കാനഡയ്ക്കെതിരെ യുഎസ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ മരവിപ്പിച്ചു. ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാവില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപുമായി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ധാരണയായത്. അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. കെ.പി. അഭിലാഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, ഈ ആഗോളതലത്തിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ട്രംപിന്റെ നടപടികൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന ചർച്ചകളൊക്കെ സജീവമാവുന്നതിനിടയിലാണ് ഒരു ചെറിയ സമവായത്തിന്റെ ഒരു സൂചന കാനഡയിൽ നിന്നുണ്ടാവുന്നത്. ഈ ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള ട്രംപിന്റെ കോൺവെർസേഷൻ അത് കുറച്ച് പോസിറ്റീവായിരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? ശ്രീജ, സമവായത്തിന് മുതിരുകയും ചെറിയ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധം, ട്രേഡ് വാർ എന്നത് പുതിയ തലത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. അത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനധികൃത കുടിയേറ്റം, ഒപ്പം മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം, ഇത് രണ്ടും തടയുന്നതിന് വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ അനധികൃത കുടിയേറ്റം ചെറുക്കും എന്നും മയക്കുമരുന്ന് വ്യാപനം ചെടുക്കും എന്നും പറഞ്ഞിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പലപ്പോഴും വിജയിക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് എങ്കിലും അതിവേഗത്തിലുള്ള ഒരു നടപടി ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ ട്രംപ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കാനഡ, മെക്സിക്കോ, ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നീട് മെക്സിക്കോയുമായി ചർച്ച നടത്തുകയും അങ്ങനെ മെക്സിക്കോയ്ക്ക് ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മെക്സിക്കോ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോമുമായിട്ടായിരുന്നു ചർച്ച നടത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 25% അധിക ചുങ്കം ഏർപ്പെടുത്തിയത് പിൻവലിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് കാനഡയ്ക്ക് മേൽ ചുമത്തപ്പെട്ട ചുങ്കവും പിൻവലിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്ന് പറയാൻ കാരണം, മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇത്തരത്തിൽ അധിക ചുങ്കം ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ അതേ നാണയത്തിൽ തന്നെയായിരുന്നു ഈ രാജ്യങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തത്. കാനഡയിൽ 25% അധിക ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ കാനഡ അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് മദ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പഴം, പച്ചക്കറി പോലെയുള്ള വസ്തുക്കൾ, ഒപ്പം ഈ ഗാർഹിക ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് കാനഡയും 25% അധിക നികുതി ഏർപ്പെടുത്തി. മാത്രവുമല്ല, മെക്സിക്കോയിലെയും കാനഡയിലെയും ജനങ്ങൾക്കിടയിൽ വലിയ ക്യാമ്പയിനും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാനഡയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വ്യാപാരികൾ സ്വയം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാറ്റിവെച്ച അല്ലെങ്കിൽ ആ ഷെൽഫുകൾ കാലിയാക്കിയ ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായും ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ആണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അതിനിടെയായിരുന്നു അമേരിക്ക ചൈനയ്ക്ക് 10% അധിക ഇറക്കുമതി ചുങ്കവും ഏർപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു ട്രേഡ് വാർ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിനിടയിലാണ് കാനഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയുമായി അമേരിക്കൻ പ്രസിഡന്റ് ചർച്ച നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്ര ശ്രമം നടത്തും എന്ന് ജസ്റ്റിൻ ട്രൂഡോ ഉറപ്പു നൽകി. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് കാനഡ വഴിയുമൊക്കെ അമേരിക്കയിലേക്ക് കടത്തുന്നതായുള്ള വിവരങ്ങളുണ്ട്. അത് തടയുന്നതിന് വേണ്ട നടപടികളും സ്വീകരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം അമേരിക്കയുടെ അതിർത്തി രാജ്യങ്ങളിൽ ചൈനയുടെ സ്വാധീനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ശ്രമം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വിഷയം എന്നത് ദക്ഷിണാഫ്രിക്കയോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ സാമ്പത്തിക സഹായം ചെയ്യുന്ന രാജ്യം കൂടിയാണ് അമേരിക്ക. എന്നാൽ ഈ സാമ്പത്തിക സഹായങ്ങൾ അന്വേഷണ വിധേയമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഈ ദക്ഷിണാഫ്രിക്കയിലെ ഒരു വിഭാഗം ആളുകളോട് ഭരണകൂടം തെറ്റായ സമീപനം സ്വീകരിക്കുന്നു, അവരുടെ ഭൂമി കണ്ടുകെട്ടുന്നു, അനധികൃതമായി ഇവരെ തടവിലാക്കുന്നു എന്ന ആക്ഷേപം ആണ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുന്നത്. പച്ചയായി പറഞ്ഞാൽ അത് വെള്ളക്കാർ എന്ന് തന്നെ കൃത്യമായി പറയാം. അതായത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ ആയിട്ടുള്ള, വെളുത്ത വർഗ്ഗക്കാർ ആയിട്ടുള്ള കർഷകരുടെ ഭൂമി അവിടുത്തെ ഭരണകൂടം പിടിച്ചു വെക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. അവിടെ വെള്ളക്കാർക്ക് വലിയ പീഡനമാണ് സഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ വിധേയമായി ഈ
ഈ സഹായം നിർത്തിവെച്ചതായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മറ്റൊന്ന്, യൂറോപ്യൻ യൂണിയനിലേക്ക് കൂടി വ്യാപിക്കാൻ പോകുന്നു ഈ ട്രേഡ് വാർ എന്നതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ, അതിൽ ബ്രിട്ടൻ, UK ഒഴികെ ഉള്ള രാജ്യങ്ങളെയാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതായത് അമേരിക്ക യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ അതിൽ 27 രാജ്യങ്ങൾ ആണ് ഉള്ളത്. ഈ 27 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്ക വാങ്ങുന്നുണ്ട്. അങ്ങനെ അമേരിക്കയുടെ സമ്പത്തിന്റെ ഒരു വലിയ ശതമാനം യൂറോപ്യൻ യൂണിയൻ അടിച്ചു മാറ്റുന്നു എന്ന തരത്തിലുള്ള പ്രയോഗം ആണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ തിരിച്ച് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയോ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ വ്യാപാരത്തിന്റെ ഭാഗമായി ഫണ്ട് നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ചൂഷണം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കും എന്ന് മാത്രവുമല്ല, നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രതിഫലനം ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏത് തരത്തിലായിരിക്കും ഇത് പ്രതിഫലിക്കുക എന്നറിയില്ല. ഇതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് തന്നെ സിറിൽ റോമോപോസെ നേരത്തെ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചപ്പോൾ പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് മേൽ സാമ്പത്തികമായ സഹായങ്ങൾ നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ പോലും ഇത് ബാധിച്ചേക്കാം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏത് നിലയിലായിരിക്കും ഈ വ്യാപാര യുദ്ധം ലോക സാമ്പത്തിക ക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക എന്നത് കണ്ടറിയേണ്ടതാണ്. ശ്രീജ. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.